MES മെഡിക്കൽ കോളേജും MES പെയിൻ ആൻഡ് പാലിയേറ്റീവ് കമ്മിറ്റിയുടെ വാത്സല്യം പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടന സെഷനാണ് നമ്മുടെ വേദിയിൽ നടക്കുന്നത്. സ്വാഗത ഭാഷണത്തിന് വേണ്ടി MES മെഡിക്കൽ കോളേജ് പാലിയേറ്റീവ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷബീർ സാറെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള MES മെഡിക്കൽ കോളേജിൻ്റെ ഡീൻ ഡോക്ടർ ഗിരീഷ് രാജ് സർ, MES മെഡിക്കൽ കോളേജിൻ്റെ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹമീദ് ഫസൽ, ജോയിൻറ്റ് സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ ആസിഫ് അലി ഉസ്മാൻ, MES പെയിൻ ആൻഡ് പാലിയേറ്റീവ് കമ്മിറ്റിയുടെ ട്രഷറർ നസീജ, മറ്റു MES മെഡിക്കൽ കോളേജിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കമ്മിറ്റി മെമ്പർമാരെ, സ്റ്റാഫ് മെമ്പർമാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ, എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്നിരുന്നാൽ കൂടി ഈ ഒത്തുചേരലിൽ എങ്ങനെയാണ് ഈ ഒരു സംരംഭം പിറവിയെടുത്തത് എന്ന് വിസ്മരിക്കാതെ കടന്നു പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് MES മെഡിക്കൽ കോളേജ് ഉദ്ദേശം 10 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് ഒരു സ്കൂൾ മധ്യവേനലവധിക്കാലത്ത് അത് ഏകദേശം പൂർത്തിയാവുന്ന സമയത്ത് ഒരു പിഞ്ചു കുഞ്ഞിനെ ഇവിടെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരികയുണ്ടായി. ആ കുട്ടിക്ക് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ വാങ്ങുന്നതിന് ആ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ കയ്യിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ വിഷമിച്ച് തൻ്റെ സുഹൃത്തുക്കളെല്ലാവരും പുതിയ യൂണിഫോമും ബാഗും പുസ്തകങ്ങളുമായിട്ട് സ്കൂളിലേക്ക് വരുമ്പോൾ തനിക്കതൊന്നും ഇല്ലാതെയാണല്ലോ സ്കൂളിലേക്ക് പോകേണ്ടത് എന്നുള്ള ആ വിഷമം താങ്ങ വയ്യാതെ ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ആ കുട്ടിയെ കാഷ്വാലിറ്റിയിൽ എത്തിച്ച സമയത്ത് ഇവിടെ ഉള്ള സ്റ്റാഫ് മെമ്പർമാരും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് പ്രതിനിധികളും ഡോക്ടേഴ്സ് എല്ലാവരും കൂടി എടുത്ത ഒരു ദൃഢപ്രതിജ്ഞയുടെ ഫലമായിട്ടാണ് പിന്നീടുള്ള വർഷങ്ങളിൽ ഓരോ വർഷങ്ങളിലും അത് ക്രമാതീതമായി എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകളിലെ ഏറ്റവും അർഹരായ നിർധനരായ വിദ്യാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് അവർക്ക് ഈ സ്കൂൾ തുറക്കുന്ന കാലമാകുമ്പോൾ ഇപ്പോൾ ഇത് തുടർച്ചയായി 11ാമത്തെ വർഷമാണ് പഠനോപകരണങ്ങളുടെ വിതരണം നടത്തി വരുന്നത്. ഈ ഒരു പദ്ധതിയുടെ 11ാമത്തെ വർഷത്തിലാണ്, തുടർച്ചയായ 11ാമത്തെ വർഷത്തിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളെ ഓരോരുത്തരെയും ഈ നല്ല ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട് തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട്, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഡീൻ ഡോക്ടർ ഗിരീഷ് രാജ് സാറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ജോയിൻറ്റ് സ്റ്റാഫ് അഡ്വൈസറായിട്ടുള്ള ഡോക്ടർ ആസിഫ് അലി ഉസ്മാൻ, അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നത് MES പെയിൻ ആൻഡ് പാലിയേറ്റീവ് കമ്മിറ്റിയുടെ ട്രഷറർ കൂടിയായിട്ടുള്ള നസീജയാണ്. അവരെയും ഈ ചടങ്ങിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹമീദ് ഫസൽ സാറിനെ ആദരവുകളോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകേക്കാം എന്ന വാത്സല്യം പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട MES ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് സാറെ ഹമീദ് സാറിന് വളരെ സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾ, മെമ്പർമാരുണ്ടോ എന്ന് എനിക്കറിയണ്ട, മെമ്പർമാർ, വാത്സല്യ കുടുംബം, നമ്മുടെ സ്കീമിൽ ഉൾപ്പെടുന്ന എല്ലാ കുടുംബങ്ങളും, പിഞ്ചു കുട്ടികളും, സ്കൂളിൽ പോകുന്നൊരു വളരെ ഒരു സന്തോഷമായിട്ടുള്ളൊരു എന്താ പറയുക ഓർമ്മയാണ്. ഈ മഴക്കാലം വരുമ്പം തന്നെ സ്കൂളിലെ ഓർമ്മകളാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ ജൂൺ 1-ാം തീയതി നല്ല മഴയത്തേക്കും സ്കൂളിൽ പോകുന്നത്. അപ്പം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എൻ്റെയൊക്കെ ഓർമ്മയിൽ ഈ ബാഗ് വാങ്ങിക്കാൻ പോകുന്ന ഒരു ചടങ്ങാണ്. ഞാൻ പഠിക്കുന്ന കാലത്താണ് ഈ ഹണി ബീ എന്നൊരു ബാഗ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓർമ്മ. ഹണി ബീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കുറവുള്ളൊരു ബാഗ് എന്നൊരു സാധനം. അത് വാങ്ങിക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിക്കുന്ന കാലത്ത്. അതുപോലെ നല്ല പെൻസിൽ ബോക്സ് വാങ്ങിക്കുക, പല പല കളർ പെൻസിൽ ബോക്സ് കിട്ടുമായിരുന്നു. അപ്പോൾ ചില പെൻസിൽ ബോക്സിൽ മറ്റേ റേസിംഗ് വണ്ടീൻ്റെ പടം ഉണ്ടാവും, ചിലതിൽ കാർട്ടൂൺസ് ഉണ്ടാവും.
അപ്പോൾ അങ്ങനെ പെൻസിൽ ബോക്സ് വാങ്ങിക്കുക. എൻ്റെ വീട്ടിനടുത്ത് വിജയ ഷോപ്സ് ഉണ്ട്. ഞാൻ എൻ്റെ വീട് കോഴിക്കോടാണ്. അവിടെ സ്റ്റേഷനറി ഷോപ്പുണ്ട്. സ്കൂൾ വന്നു കഴിഞ്ഞാൽ പകുതി സമയം സ്റ്റേഷനറി ഷോപ്പിന് കുത്തിയിരിക്കലാണ്. പ്രിൻറ്റിങ് പ്രസ്സും കൂടെയാണ്. അപ്പോൾ അവിടെ ഈ നട്ടരാജ പെൻസിലുണ്ടാവും, അങ്ങനെ പല പല ബ്രാൻഡ് പെൻസിലൊക്കെ ഉണ്ടാവും. ഒരു കുട്ടീനെ സംബന്ധിച്ചോളം സ്കൂളിൽ പോകുന്ന ഒരു വലിയൊരു എന്താ പറയുക ഓർമ്മയാണ്. ആ യൂണിഫോമൊക്കെ ധരിച്ച് ബാഗൊക്കെ തൂക്കി. ഇന്ന് ഞാനൊരു പിതാവാണ്. അപ്പം എൻ്റെ മോള് ഈ വർഷമാണ് ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ പോകുന്നത്. അപ്പം എനിക്കും ആ ഒരു എന്താ പറയുക ഓർമ്മയിലേക്ക് തിരിച്ചു വരികയാണ്. ഈ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മോളോ മോനോ ബാഗ് തൂക്കി സ്കൂളിൽ പോകുന്ന ഒരു കാഴ്ച നമ്മുടെ മനസ്സിൽ എന്നുണ്ടാവും. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്താണ് നമുക്കൊരു വലിയ ദുരന്തം സംഭവിച്ചപ്പോഴാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓരോ വർഷം അത് കൂട്ടിയേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇന്നെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞാൻ പ്രഖ്യാപിച്ചത് എണ്ണം കൂട്ടും എന്നുള്ള 500 ഫാമിലി ആക്കുന്നുള്ള അല്ലേ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ വർഷം അങ്ങനെ നമ്മൾ 500 ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് ഇന്ന് ഹാളിൽ കയറിയപ്പോൾ ഹാള് നിറഞ്ഞിരിക്കുന്നു. കയറാൻ തന്നെ വഴിയില്ല ഹാളിൽ കൂടെ. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും കുടുംബങ്ങൾ നമ്മളെ വിശ്വസിച്ച് ഇവിടെ വന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിൽ നന്ദിയുണ്ട്. ഈ ഒരു പരിപാടി കൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ MES എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജ് വെറും ഒരു മെഡിക്കൽ കോളേജല്ല, നിങ്ങളുടെ ആരോഗ്യം മാത്രമല്ല നിങ്ങളുടെ മൊത്തം ജീവിതം നോക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നൊരു വാക്ക് ഉറപ്പിക്കാൻ കൂടെയാണ്. എല്ലാ പഞ്ചായത്തുകളിലും ഒരു വാക്കുറപ്പിക്കാനും കൂടെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി നടത്തുന്നത്. അപ്പോൾ ഞാൻ ഇത് കണ്ടതിൽ 2-3 തീരുമാനങ്ങൾ എടുത്ത്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഗതി ഇനിയും വലുതാക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് 500 എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ഇയർ നമ്മൾ പുതിയൊരു ഓഡിറ്റോറിയം കെട്ടുന്നു. അതിന് വേണ്ടിയിട്ട് ഇത്രയും കുടുംബങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വർഷത്തെ ടാർഗറ്റായിട്ട് ഈ കമ്മിറ്റിക്ക് ഞാൻ കൊടുക്കാൻ വന്ന 1000 1000 ഫാമിലീസിനെ പിള്ളേരെ നമ്മൾ ഇതാക്കും. പുതിയൊരു ഓഡിറ്റോറിയം കൂടെ കെട്ടിയിട്ട് നിങ്ങൾ നമ്മൾ ക്ഷണിക്കാൻ പോവാണ് നെക്സ്റ്റ് ഇയർ. അപ്പോൾ നിങ്ങളുടെ സഹകരണം തുടർച്ചയായിട്ട് ഉണ്ടാവണം. പിന്നെ ഈ പിഞ്ച് പിള്ളേരെ മനസ്സിലും MES നിലനിൽക്കണം. ഞാൻ തൻ്റെ തമാശ ഞാൻ ഒരു കൊല്ലം MES സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ. ബാക്കി ഞാൻ മെഡിക്കൽ കോളേജ് മൊത്തം പഠിച്ചവിടെയാണ്. എൻ്റെ MBBS MD ഡിഗ്രി ഇവിടെ പഠിച്ചത്. MES പാവങ്ങാട് സ്കൂളിൽ പഠിച്ചപ്പോൾ MESൻ്റെ ഫുൾ ഫോം മണി ഈറ്റിംഗ് സൊസൈറ്റി എന്നായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ MES എന്താ പറയുക ട്രൂലി ഒരു പോർ മാൻസ് ആകെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭിന്നതയും കാണിക്കാതെ, ഒരു ജാതി മതഭേദം ഭിന്നത കാണിക്കാതെ ഒരു സംഘടനയാണ്. അപ്പം നിങ്ങളെല്ലാം സഹകരണം വേണം. പിന്നെ അതുകൂടെ തന്നെ ഇന്ന് ഈ വർഷം ഒരു പ്രത്യേകത ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് മാത്രമായിട്ടൊരു സ്പെഷ്യൽ കാർഡ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഹെൽത്ത് കാർഡ്. ഈ വാത്സല്യ കുടുംബങ്ങൾക്കുള്ള എല്ലാവർക്കും ഒരു ഹെൽത്ത് കാർഡ്. കാര്യം നിങ്ങളെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, ഇപ്പം നമ്മളിപ്പം എഡ്യൂക്കേഷനെ പറ്റി സംസാരിച്ചത്, ആരോഗ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം പല എന്താ പറയുക പക്ഷപാതികളോട് പല രോഗങ്ങളും സ്കൂളിൽ പോകുമ്പോൾ വരും. പിന്നെ ഓഫ്കോഴ്സ് ജൂൺ ജൂലൈ ആകുമ്പോൾ പല രോഗങ്ങളും പൊതുവേ എല്ലാ സ്കൂൾ കുട്ടികൾക്കും വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്നൊരു കൈത്താങ്ങായിട്ട് നമ്മളൊരു പുതിയൊരു കാർഡ് നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും. അതിൽ പല ഡിസ്കൗണ്ടും സർവീസും ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഇനിയും കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ പുതിയൊരു സ്കീം ഇവിടെ അനൗൺസ് ചെയ്യാൻ പോണ്. ഈ വാത്സല്യം കാർഡുള്ള ഏത് കുടുംബത്തിലെ ആൾക്കും ഇവിടെ വരികയാണെങ്കിൽ പ്രസവ ചികിത്സ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. വാർഡിൽ പ്രസവിക്കാനുള്ള ഫുൾ ഫ്രീ സ്കീം നമ്മൾ ലോഞ്ച് ചെയ്യാണ്. കാര്യം പിള്ളേരാണ് നമ്മുടെ ഭാവി. എന്താ പറഞ്ഞ പോലെ പിള്ളേരാണ് നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കുക. അപ്പം ഏത് ജാതിയായാലും നിങ്ങൾക്ക് മാക്സിമം പിള്ളേരുണ്ടാക്കിക്കോ എന്ന് പറയുന്നുള്ളൂ. അല്ല ഞാൻ ഇനി നാളെ അത് പ്രശ്നമുണ്ടാകും മറ്റേ ഒരു ജാതിക്ക് മാത്രം പിള്ളേരുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട്. എല്ലാ ജാതിക്കാരും ഒരു മിസ്കോൺസെപ്ഷനാണ് ഈ പോപ്പുലേഷൻ ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടുതലാന്നൊക്കെ പറഞ്ഞാലും, പക്ഷേ ഒരു നമ്മുടെ യങ് ജനറേഷൻ, എൻ്റെ ജനറേഷൻ കാര്യം പറയണേ, ഒരുപാട് പേർക്ക് ഇപ്പോൾ പിള്ളേർ വേണ്ടാന്നുണ്ട്. എൻ്റെ ജനറേഷൻ പ്രായക്കാരിൽ ഒരുപാട് പേർക്ക് ഉണ്ടെങ്കിൽ തന്നെ 1-2 പിള്ളേരുണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടായ ഒരു രാജ്യമാണ് ജപ്പാൻ. ഇപ്പോൾ ജപ്പാനിലും ഇറ്റലിയിലും വലിയ ക്രൈസിസ് നടക്കുകയാണ്. അവർക്ക് പിള്ളേരില്ലാത്തതുകൊണ്ട് ഗവൺമെൻറ് അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് പിള്ളേരുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പിള്ളേരുടെ ഒരു കുറവ് ഒരു വീട്ടിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. എത്ര പിള്ളേരുണ്ടാവും അത്രയും എന്താ പറയുക സന്തോഷമേ വീട്ടിൽ പകരുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നമ്മുടെ ഭാഗത്ത് വീണ്ടും സഹായമായിട്ട് ഈ സ്കീം കൂടെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. വാത്സല്യം പദ്ധതിയുടെ ഒഫീഷ്യൽ ലോഗോ ലോഞ്ചിങ് ആണ്. പ്രിവിലേജ് കാർഡിൻ്റെയും ലോഗോ ലോഞ്ചിങ് ആണ് ഇവിടെ നമ്മുടെ വേദിയിൽ നടക്കുന്നത്. ഈ കാർഡുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ കാർഡ് വന്നിട്ട് നമ്മുടെ പ്രിവിലേജ് കൗണ്ടർ ഉണ്ട് ഹോസ്പിറ്റലിനകത്ത്. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ
നിങ്ങൾ പല മാറ്റങ്ങളും കണ്ടു കാണും. അവിടെ വന്നുകൊണ്ട് ഈ കാർഡ് കാണിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സഹായം ലഭിക്കും. നമ്മുടെ ചുറ്റുപാടുള്ള പഞ്ചായത്തും അതിലാരും കുടുംബങ്ങളും നമ്മുടെ തന്നെ സ്വന്തം കുടുംബമായിട്ട് നമ്മൾ കാണുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇത് വെറും പറച്ചിൽ മാത്രമല്ല, പ്രവൃത്തിയിലും കൂടെ കാണിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു. ആ ലോഗോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തൊരു കാര്യം കൂടെയുണ്ട്. മാനേജ്മെൻറ്റിനെയും കാട്ടും കൂടുതൽ നിങ്ങളൊരു വലിയൊരു കൈയടി നൽകേണ്ട MES മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റാഫിനാണ്. ഈ പരിപാടി ഏറ്റെടുത്ത് ചെയ്യുന്ന സ്റ്റാഫാണ്. അതുകൊണ്ട് വലിയൊരു കൈയടി അവർക്ക് കൊടുക്കണം. പലപ്പോഴും മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പല പ്രശ്നങ്ങളും നമ്മൾ നോക്കുമ്പം നാട്ടുകാരുടെ കാര്യങ്ങൾ പലതും നമ്മൾ എത്തിച്ചു തരുന്ന നമ്മുടെ സ്റ്റാഫാണ്. അപ്പം ഈ പാലിയേറ്റീവ് MES പെയിൻ ആൻഡ് പാലിയേറ്റീവ് കമ്മിറ്റിയും അതിൻ്റെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ അഭിനന്ദനങ്ങളുണ്ട്. ഈ പരിപാടി ഇത്രയും സക്സസ്ഫുള്ളായിട്ട് 11 കൊല്ലം മുടക്കാതെ നമ്മൾ കൊണ്ടുനടന്നതിൽ അവർക്ക് എല്ലാ വിധത്തിലുള്ള സഹായം നിങ്ങൾ നൽകണം. പിന്നെ നിങ്ങൾക്ക് വേറൊരു ചെറിയ അഭ്യർത്ഥന കൊണ്ടുള്ളത്, MESനെ പറ്റി പലതും വാട്സാപ്പിൽ വരും. അതൊക്കെ ആ ഡിലീറ്റ് ബട്ടൺ അമർത്തി ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു. മോശപ്പെട്ട ന്യൂസ് വന്നു കഴിഞ്ഞാൽ കാര്യം MES നല്ല ചെയ്യുമ്പോഴാണ് പൊതുവെ എതിർപ്പ് വരിക. ചീത്ത ചെയ്യുമ്പോൾ ഒരിക്കലും എതിർപ്പ് വരില്ല. ഒരു സ്മഗ്ലിംഗ് നടത്തിയ എതിർപ്പില്ല. എന്താ പറയുക, ആവേശം പടം കണ്ടിട്ടുണ്ടോ പറഞ്ഞോ, നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞോടാ. അതിൽ നമ്മൾ രംഗേനെ എല്ലാവരും ഭയങ്കര ഹീറോ ആക്കി മാറ്റിയിരിക്കുകയാണ്. എന്നാൽ എന്താ പറയുക, പൃഥ്വിരാജ് പേഷ്യൻ്റെ കൊന്ന പടം ഉണ്ടല്ലോ, എന്താ പറയുക, അയാളും ഞാൻ തമ്മിൽ അതിനാരും പൃഥ്വിരാജിനെ ഹീറോ ആക്കിയിട്ടില്ല. ഇന്നെല്ലാം നമ്മൾ രംഗച്ചേട്ട എന്ന് വിളിച്ച എല്ലാ വീടുകളിലും ഡാ മോനെ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഒരു കള്ളുടീനായ ഗ്യാങ്സ്റ്ററാണ് ഇപ്പം കേരളത്തിലെ നമ്പർ 1 സ്റ്റാർ ഇപ്പം. അപ്പം അങ്ങനെയാണ് നമ്മുടെ ചിന്ത. പൊതുവേ നല്ല കാര്യങ്ങളോട് വലിയ താല്പര്യം കാണിക്കായിരിക്കും, ചീത്ത കാര്യങ്ങൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ. അതുകൊണ്ട് അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഭാവി നൽകണമെങ്കിൽ നമ്മൾ തന്നെ അതിൽ ഒരു പങ്കാളിയായിട്ട് മാറണം. അവരെ കൈ പിടിച്ചുകൊണ്ട് സ്കൂളിലാക്കിയാൽ മാത്രം പോരാ, അവർക്ക് ഫ്യൂച്ചറിലേക്കും ആൾക്കാരായിട്ട് എങ്ങനെ ഇടപെടണം എന്നുള്ള ഒരു വലിയൊരു വഴികാട്ടിയും കൂടെയാണ് നിങ്ങൾ. അപ്പം ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ ഈ പരിപാടി മുന്നോട്ട് നീക്കുന്ന എനിക്ക് പൂർണ്ണമായ പ്രതീക്ഷയുണ്ട്. വീണ്ടും എല്ലാവരോടും നന്ദി പറയുന്ന വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഈ പദ്ധതിക്ക് ആശംസ അറിയിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട MES മെഡിക്കൽ കോളേജ് ഡീൻ ഡോക്ടർ ഗിരീഷ് രാജ് സാറിനെ വളരെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ ഹമീദ് ഫസൽ, ഈ പരിപാടിയുടെ സെക്രട്ടറി MES പെയിൻ ആൻഡ് പാലിയേറ്റീവ് കമ്മിറ്റി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷബീർ, ജോയിൻറ്റ് സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ ആസിഫ് അലി ഉസ്മാൻ, മിസ്റ്റർ രാഹുൽ, മിസ്സസ് നസീജ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ MES വർക്കേഴ്സ്, പഞ്ചായത്ത് മെമ്പേഴ്സ്, പ്രിയപ്പെട്ട നാട്ടുകാരെ, കുഞ്ഞുമക്കളെ, എന്നും ഈ ഹാളിൽ വന്ന് നമ്മൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാ വ്യക്തികളെയും അഭിസംബോധന ചെയ്യുമ്പോൾ ഈ ഹാൾ ഡോക്ടർ ഹമീദ് പറഞ്ഞ മാതിരി പകുതി അല്ലെങ്കിൽ കാൽഭാഗം നിറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങളുടെ ഇവിടെ നടക്കുന്ന പല മെഡിക്കൽ കോൺഫറൻസുകളിലും ഈ ഹാളിങ്ങനെ മുഴുവൻ ഫുള്ളായിട്ട് ഇതുവരെ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാമിന് എന്നെ ഇവിടെ വിളിച്ച് ഫെലിസിറ്റേഷൻസ് പറയാൻ വേണ്ടി വിളിച്ചതിനും ഇവിടെ നിങ്ങൾ ഇത്രയും ഇങ്ങനെ ജനക്കൂട്ടം കാണുമ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ആഹ്ലാദം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും MESനെ കൈയോടുകൂടെ ചേർത്ത് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷനും ഒരു അറിവുമാണ്. ആദ്യമായിട്ട് MES പെയിൻ ആൻഡ് പാലിയേറ്റീവ് കമ്മിറ്റിക്ക് എല്ലാ നന്മകളും ആശംസകളും നേരുന്നു. ഡോക്ടർ ഹമീദ് പറഞ്ഞ മാതിരി ഇന്ന് നമ്മൾ മുഴുവൻ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോഷ്യൽ മീഡിയയിൽ എന്ത് പറയുന്നു, ഫേസ്ബുക്കിൽ എന്ത് പറയുന്നു എന്ന് മാത്രം കണ്ടുകൊണ്ടുള്ള ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വരുന്നത്.
അതിലുപരി മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടു പോകുന്ന MES അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസ് എന്നാണ് ഈ ക്യാമ്പസ് അറിയപ്പെടുന്നത്. ഇവിടെ 5 സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. മെഡിക്കൽ കോളേജ്, ഡെൻ്റൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, സ്കൂൾ ഓഫ് നഴ്സിംഗ്, പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, വളരെ തൊട്ടടുത്ത ക്യാമ്പസിൽ തന്നെ ഒരു ആർട്സ് കോളേജ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും നമ്മൾ പറയുന്നത്, ഇവിടെ വന്ന് ഒരു വിദ്യാർത്ഥിയായിട്ട് ഈ ക്യാമ്പസിൽ ജീവിച്ചു പോകുമ്പോൾ ഞങ്ങൾ വെറും ഒരു MBBS ഡിഗ്രിയോ അല്ല, ഒരു ഡെൻ്റൽ ഡിഗ്രിയോ പാരാമെഡിക്കലോ നഴ്സിംഗോ ഡിഗ്രി മാത്രമല്ല അവർക്ക് കൊടുക്കുന്നത്, ഒരു ജീവിതശൈലി അവർക്ക് കൊടുക്കുന്നു. ആ ഒരു ജീവിതശൈലി അവരെ പഠിപ്പിക്കുകയോ കാണിച്ചു കൊടുക്കുകയോ അല്ല, ഞങ്ങൾ പ്രവർത്തിക്കുന്നു. MESൻ്റെ അത് മാനേജ്മെൻറ്റ്, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി മെമ്പേഴ്സായാലും, ഇവിടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരായാലും ഡോക്ടർമാരല്ലാത്ത സ്റ്റാഫായാലും, ഞങ്ങളെല്ലാവരും പഠിപ്പിച്ച് അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ് കുട്ടികൾക്ക്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ, നാളെ അവർ ഡോക്ടർമാരാവുമ്പോൾ വെറും ഒരു സാമ്പത്തിക ഒരു എന്താ പറയുക, ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാതെ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയോടുകൂടിയും ഒരു സെക്യുലർ ചിന്താഗതിയോടും കൂടെ ഉള്ള ഡോക്ടർമാരാവണമെന്നും ആവണമെന്ന് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രയത്നമാണ്. അത് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കൂട്ടായ്മകളും ഇങ്ങനെയുള്ള ഈ ഒരു സോഷ്യൽ സർവീസുകളും നമ്മൾ ചെയ്യുമ്പോൾ ഒരു സമൂഹം തന്നെ അതിൻ്റെ ഒരു ഗുണം കിട്ടുകയാണ്. സാറ് പറഞ്ഞ മാതിരി നിങ്ങൾ 500 പേര്, അത് ആ നമ്പർ ഇനിയും കൂടുകയാണ്. പക്ഷെ അതിലൊപ്പം നമ്മളിവിടെ പഠിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ 3000 മുതൽ 4000 വരെയുള്ള ഇവിടെ വ്യക്തികൾ ഈ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നമ്മൾ ഒരു സന്ദേശം നൽകുകയാണ്. എന്താണ് സന്ദേശം? കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കുക, കഴിവുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ കൗൺസിൽ, മെഡിക്കൽ കോളേജിൽ ഒക്കെ ഞങ്ങളുടെ നടത്തിപ്പിനെയൊക്കെ മുകളിൽ നിന്ന് നിരീക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. അവർ പറഞ്ഞിട്ട് ഇപ്പോൾ അവർ പറയുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഒരുപടി മുമ്പ് നമ്മൾ ഈ സാമൂഹിക സേവനം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുഴക്കാട്ടിരി പഞ്ചായത്തിലുള്ള വാസികൾക്ക് അറിയാം, അതായത് നമ്മുടെ കുട്ടികൾ അവിടെ വരുന്നുണ്ട്. അവരവിടെ വന്ന് നിങ്ങളുടെ കൂടെ അവിടെ വന്ന് അവർ പഠിക്കണം, അവർ നിങ്ങൾ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം. കാരണം ഇന്ന് ഗ്രാമാന്തരങ്ങളിൽ പോയി ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരു ഡോക്ടർമാരുടെ ഒരു സമൂഹമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിലുപരി വ്യത്യസ്തമായി ചിന്തിച്ച് അവർക്ക് നിങ്ങളുടെ ചുറ്റുപാട് എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ പറയുകയാണെങ്കിൽ പുഴക്കാട്ടിരി പഞ്ചായത്തിലുള്ള എല്ലാ സീനിയറായിട്ടുള്ള ആൾക്കാരും എല്ലാവരും ആ കുട്ടികൾക്ക് അത് ഒരു പഠനത്തിന് ഒരു ഉപകരണമായിട്ടല്ല നിങ്ങൾ സ്വന്തം കാണേണ്ടത്. നിങ്ങൾ അവർക്ക് നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർ അതിൽ നിന്ന് കണ്ടുപഠിക്കണം. കാരണം ഇപ്പോൾ നമ്മുടെ കുട്ടികളൊന്നും കണ്ടുപഠിക്കാനുള്ള ഒരു സാഹചര്യമില്ല. എല്ലാം ഈ മൊബൈൽ ഫോണിലും TV-യിലും വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മയായിട്ട് ഈ നാട്ടുകാർ പ്രവർത്തിച്ചാൽ നമുക്ക് എല്ലാവർക്കും നല്ലത് വരും. ഈ MES സ്ഥാപനം ഡോക്ടർ ഹമീദ് പറഞ്ഞ മാതിരി ഇതൊരു MESൻ്റെ സ്ഥാപനമായിട്ടല്ല കണക്കാക്കേണ്ടത്, ഇത് നിങ്ങളുടെയും കൂടെ ഒരു സ്ഥാപനമാണ്. എന്തുകൊണ്ട്? ഈ സ്ഥാപനം വന്നതുകൊണ്ട് നമ്മളെ മാതിരിയുള്ള ആൾക്കാർക്ക് ഇവിടെ ജോലി, ഞാൻ ഇൻക്ലൂഡഡ്, എൻ്റെ മാതിരിയുള്ള ഒരു വ്യക്തിക്ക് ഇവിടെ ഒരു 21 കൊല്ലം എനിക്കിവിടെ ഒരു ജോലി ചെയ്യാനൊരു സന്ദർഭം കിട്ടി. നമുക്കൊരു കുട്ടികളെ വാർത്തെടുക്കാനുള്ളൊരു സാഹചര്യം കിട്ടി. അപ്പം അങ്ങനെ നിങ്ങളുടെ സ്ഥാപനം എന്ന് കണ്ടുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. ഹമീദ് സർ പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളെല്ലാം വെറുതെ ജോലിയില്ലാത്ത ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ ഞാനത് കാണാറുള്ളൂ. സ്ഥാപനം അങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കാറ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ഥാപനം ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളും കൈകോർത്ത് നിങ്ങളും പ്രവർത്തിക്കണം ഞങ്ങളുടെ കൂടെ. പല വഴിക്ക് അത് നമ്മളെ സഹായിക്കും. നമ്മൾ ഈ കൂട്ടായ്മ, മക്കളുടെ പഠിത്തം, അതും നമ്മളിങ്ങനത്തെ ഒരു സ്ഥാപനങ്ങൾ ചെയ്തു തരുന്നു. ആരോഗ്യം നമുക്ക് ചെയ്തു തരുന്നു. നിങ്ങളുടെ മക്കൾക്ക് ഇപ്പോൾ സ്കൂൾ ബാഗ്സും ആണ് ഞങ്ങൾ തരുന്നത്. നല്ലോണം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 5-10 കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഡിഗ്രി തരും. നല്ലോണം പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ മെഡിക്കൽ കോഴ്സ് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇവിടെ പഠിക്കാം, ചികിത്സ തേടാം.
എന്തിന് പഠിച്ചു കഴിഞ്ഞാൽ ജോലിയും നിങ്ങൾക്ക് ഇവിടെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു നല്ല പ്രവൃത്തിക്ക് എല്ലാ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ MES മെഡിക്കൽ കോളേജിലുള്ള എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെയും എല്ലാ കുട്ടികളുടെയും എല്ലാവിധ ആശംസകളും ഞാൻ നിങ്ങൾക്ക് ഈ സമയത്ത് നേർന്നുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നമ്മുടെ ഈ വാത്സല്യം പദ്ധതിയുടെ വേദിയിൽ നമ്മുടെ പ്രിയപ്പെട്ട MES സ്റ്റാഫ് അഡ്വൈസർ ആസിഫ് അലി ഉസ്മാൻ സാറുണ്ട്, അതുപോലെ നമ്മുടെ ഓപ്പറേഷൻ മാനേജർ രാഹുൽ സാറുണ്ട്. എല്ലാവരും നിങ്ങളുടെ എല്ലാവിധ സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ അടുത്തതായി നടക്കാനുള്ള സെഷൻ ഇവിടെ എത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം നൽകുന്ന സെഷനാണ്. 5 വിദ്യാർത്ഥികൾക്കാണ് നമ്മുടെ വേദിയിൽ നിന്ന് നൽകുന്നത്. ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്നാണ് നമ്മുടെ പഠനോപകരണ വിതരണം നൽകുന്നത്. പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ വേദിയിലേക്ക് കയറി വരണമെന്ന് അറിയിക്കുന്നു. സെൻഹ ഫാത്തിമ, അങ്ങാടിപ്പുറം LP സ്കൂളിൽ പഠിക്കുന്ന സെൻഹ ഫാത്തിമ നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് നമ്മുടെ ഹമീദ് സാറാണ് ബാഗ് നൽകുന്നത്. ഫാത്തിമ സെൻഹ, കൊളത്തൂരിൽ UP സ്കൂളിൽ പഠിക്കുന്ന ഫാത്തിമ സെൻഹ നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മെഡിക്കൽ കോളേജ് ഡീൻ ഗിരീഷ് സാറാണ്. അടുത്തതായി ഷഹ്മ, കുറുവ പഞ്ചായത്തിലെ ഷഹ്മ LP സ്കൂളിൽ പഠിക്കുന്ന നൽകുന്നത് നമ്മുടെ സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ ആസിഫ് അലി ഉസ്മാൻ സാറാണ്. അടുത്തതായി സുമേഷ്, പുലാമന്തൂർ പഞ്ചായത്തിലുള്ള ഹൈസ്കൂളിൽ പഠിക്കുന്ന സുമേഷിനാണ് ബാഗ് നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഓപ്പറേഷൻ മാനേജർ രാഹുൽ സാറാണ്. അടുത്തതായി ഷഹദിയ, മുറുക്കനാട് പഞ്ചായത്തിലെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഷഹദിയക്കാണ് നൽകുന്നത് നമ്മുടെ MES മെഡിക്കൽ കോളേജ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷബീർ സാറാണ് നൽകുന്നത്. നല്ലൊരു കയ്യടി കൊടുക്കട്ടെ നിങ്ങൾ. അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട MES മെഡിക്കൽ കോളേജ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ട്രഷറർ നസീജ ക്ഷണിക്കും. MES മെഡിക്കൽ കോളേജും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കമ്മിറ്റിയും ചേർന്ന് നടത്തിയ വാത്സല്യം പദ്ധതിയിൽ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. MES മാനേജ്മെന്റ് ഡയറക്ടർ ഡോക്ടർ PA ഫസൽ ഗഫൂർ സർ, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹമീദ് ഫസൽ സർ, ജോയിന്റ് സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ ആസിഫ് അലി സർ, ഓപ്പറേഷൻ മാനേജർ രാഹുൽ സർ, റെസ്പെക്റ്റഡ് ഡീൻ ഡോക്ടർ ഗിരീഷ് രാജ് സർ, എല്ലാവർക്കും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കമ്മിറ്റിയുടെയും മാനേജ്മെന്റിന്റെയും നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെയും സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ വാത്സല്യം MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. താങ്ക് യു.